അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, സർവ്വലോക സംരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതിന് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ഇഹലോക ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, തുടർന്ന് അള്ളാഹുവിൻ്റെ പ്രീതി നേടുക, അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടും കൃത്യമായ ഉദ്ദേശശുദ്ധി ഇല്ലാത്തത് കൊണ്ട് അത് പാഴാക്കി കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ നിന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കെല്ലാം കൃത്യമായ നിയ്യത്തുണ്ടായിരിക്കണം എന്നുള്ളതാണ്. وعن عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم إنما الأعمال بالنيات. നാം ഏവർക്കും അറിയാവുന്ന വളരെയേറെ സുപരിചിതമായ ഒരു ഹദീസാണ് ഇത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഹദീസിലൂടെ പറയുന്നത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അയാളുടെ നിയ്യത്തിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അതിനുള്ള പ്രതിഫലം നൽകുക. മറിച്ച് ആ വിശ്വാസി എന്തിനോ വേണ്ടിയിട്ടാണ് ആ സൽക്കർമ്മം പ്രവർത്തിച്ചത് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ സൽക്കർമ്മം പരിഗണിക്കുകയില്ല. അവൻ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് നമസ്കരിച്ചത്, അവൻ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് നോമ്പെടുത്തത്, അവൻ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് സക്കാത്ത് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ സൽക്കർമ്മങ്ങൾ പരിഗണിക്കുകയില്ല. മറിച്ച് ആത്മാർത്ഥമായിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയും നാളെ പരലോകത്ത് നിന്ന് അതിന് തക്കതായ പ്രതിഫലം ലഭിക്കണം എന്ന ചിന്താഗതിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചത് എന്നുണ്ടെങ്കിൽ അല്ലാഹു അവന് അതിനുള്ള തക്കതായ പ്രതിഫലം നൽകും. ആ ഒരു രൂപേണയായിരിക്കണം നാം ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിയ്യത്തുണ്ടെങ്കിൽ അവന് ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നിയ്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെയേറെ വലുതാണ്. അവൻ്റെ നിത്യജീവിതത്തിൽ നിയ്യത്തുണ്ടെങ്കിൽ അവന് ഒരുപാട് പുണ്യങ്ങൾ നേടാം. അതിന് പുറമെ ആ നിയ്യത്ത് അവൻ്റെ നിത്യജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലൂടെയും അവൻ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ പല സന്ദർഭങ്ങളിലും അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്യാൻ കഴിയാതിരുന്ന കർമ്മങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത പ്രതിഫലം നൽകും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ നിന്ന് നാം ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഉണ്ട് നിയ്യത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ആത്മാർത്ഥമായി നിയ്യത്ത് വെച്ചുകൊണ്ട് നാം ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങൾക്ക് മുഴുവൻ പ്രതിഫലവും നേടാൻ കഴിയുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അത്തരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.